വിശ്വാസം ഏറ്റുപറയുന്നതായിട്ടുള്ള സഭയ്ക്ക്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും വിശ്വാസത്തിന്റെ അനുഭവങ്ങളിൽ ഒരു ഏറ്റുപറച്ചിൽ നമുക്ക് ആവശ്യമാണ്. ഈ ഒരു സഭയായിട്ട് നമുക്ക് ഈ ഒരു വിശ്വാസ പ്രഖ്യാപനം ഇന്ന് നടത്തുന്നതിന് സാധിക്കുമോ? ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞു. അതൊക്കെ വിശ്വാസ പ്രതിസന്ധികളുടെ അനുഭവത്തിലുള്ള ഏറ്റുപറച്ചിലാണ്. മാർത്തോമാ സഭയുടെ വിശ്വാസ പ്രഖ്യാപനം 10 വർഷം നീണ്ടുനിന്ന കോടതി വ്യവഹാരത്തിലൂടെ യൂഹാനൻ മാർത്തോമാ തിരുമേനി മെത്രാപ്പോലീത്തയായിരുന്ന സമയത്ത് കോടതിയിൽ നമ്മളുടെ വിശ്വാസം നമുക്ക് നിർവചിക്കേണ്ടതായിട്ട് വന്നു. അതിനൊരുപാട് വില കൊടുക്കേണ്ടതായിട്ട് വന്നു. എങ്കിൽ പോലും ആ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ താൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിന്റെ വിശ്വാസമൂഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ വിശ്വാസത്തെ കോടതിയിലും നിർവചിക്കുകയും ഏറ്റുപറയപ്പെടുകയും സഭയെ റീഡിഫൈൻ ചെയ്യുന്നതിനും പുനർസമർപ്പണം ചെയ്യുന്നതിനും കാരണമായി തീർന്നുവെന്ന് ഫെയ്ത്ത് ഓൺ ട്രയൽ വിശ്വാസം വിചാരണയിൽ എന്നുള്ളതായ ആ പുസ്തകത്തിൽ നമുക്ക് വായിച്ചെടുക്കുന്നതിന് സാധിക്കും. ആ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള കോടതി വ്യവഹാരങ്ങളിലൂടെ എന്താണ് സഭയുടെ വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കുകയും നിർവചിക്കുകയും ചെയ്യുവാനായിട്ട് ശ്രമിച്ചതും ശ്രദ്ധിച്ചതും. അതുകൊണ്ട് ഇന്ന് സഭ വലിയൊരു വിശ്വാസ പ്രതിസന്ധിയുടെയും കഠിനമായിട്ടുള്ള തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ അനുഭവങ്ങളെ നമുക്കിന്ന് ഈ നാളുകളിൽ ഏറ്റുപറയുവാനും ഉൾക്കൊള്ളുവാനും പുനർനിർവചിക്കുവാനും അത് തലമുറകൾക്ക് നൽകിക്കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിനെന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? നമുക്കാദ്യമേ നല്ല ദൈവാവബോധം ഉള്ളവരായിട്ട് തീരേണ്ടിയിരിക്കുന്നു. ദൈവാവബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഭീഷണിക്ക് മുമ്പിൽ ആടിയുലയുന്ന ഒരു വിശ്വാസമല്ല, അത് വിശ്വാസമല്ല. എന്നാൽ വിശ്വാസം അതിന്റെ പരിശോധനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മെ ശരിയായ വിശ്വാസത്തിന്റെ നിലപാടുകളിലേക്ക് നയിക്കും എന്നുള്ളതിന്റെ ആശംസ. അതുകൊണ്ട് പരിശോധിക്കപ്പെടാത്ത വിശ്വാസമല്ല. എന്നാൽ വിശ്വാസത്തിന്റെ പരിശോധനയുടെ അനുഭവങ്ങളിൽ നാം ഏറ്റുപറയുന്നതായിട്ടുള്ള വിശ്വാസാനുഭവങ്ങൾ, നമ്മുടെ നിലപാടുകൾ, അത് എന്നും നിലനിൽക്കുന്നതായ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതായ ഘടകമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല.